കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പട്ടികജാതി ക്ഷേമ സമിതി ഉന്നതകുല ജാഥ പ്രയോഗത്തിലൂടെ സുരേഷ് ഗോപിയുടെ നിലവാരം നാടിന് മനസ്സിലായെന്ന് PKS കുറ്റപ്പെടുത്തി. സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് PKS മാർച്ച് നടത്തും. പട്ടിക വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉന്നത കുലജാതനായ ഒരാൾ മന്ത്രിയായി വരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഉന്നത കുല പ്രയോഗം തന്നെ നമ്മുടെ നാടിനകത്ത് ചേരാത്തതാണ് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കണമായിരുന്നു. സുരേഷ് ഗോപിയുടെ ജാതിപരമായ വിവേചനത്തിൽ അധിഷ്ഠിതപ്പെടുത്തിക്കൊണ്ടുള്ള പരാമർശങ്ങൾക്ക് എതിരായിട്ടാണ് ഞങ്ങൾ നാളെ നടത്താൻ പോകുന്ന മാർച്ച്. തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ജി ഗുഡ് മോർണിംഗ്. സുരേഷ് ജി, ഇത് സംഭവിച്ചിട്ട് കുറച്ചധികം ദിവസങ്ങളായി. അപ്പോൾ വീണ്ടും ഇത് പൊങ്ങി വരാൻ എന്താണ് കാരണം? ഈ ജാതി വിവേചനം അടക്കം തൃശ്ശൂർ ജില്ലയിൽ വലിയ ചർച്ചയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ PKS ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതിൽ കൃത്യമായ രാഷ്ട്രീയം അതിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം സുരേഷ് ഗോപിയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് PKS ഇപ്പോൾ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരാമർശം നടത്തി ദിവസങ്ങൾക്കിപ്പുറമാണ് ഈ പട്ടികജാതി ക്ഷേമ സമിതി ഇത് സംബന്ധിച്ചുള്ള ഒരു സമരത്തിലേക്ക് പോകുന്നത്. ഇന്ന് സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ ഓഫീസിലേക്കാണ് നിലവിൽ ഇവർ ഈ മാർച്ച് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉന്നത കുലജാതൻ വേണം എന്ന സുരേഷ് ഗോപിയുടെ പരാമർശമാണ് ഇവർ ഇതിൽ വലിയ പ്രതിഷേധ സൂചകമായി ഉയർത്തിക്കാട്ടുന്നത്. അതിൽ പറയുന്നത് ഉന്നത കുലപ്രയോഗം നമ്മുടെ നാടിന് ചേരാത്തതാണ്. ആ പ്രയോഗം നടത്തിയതിലൂടെ സുരേഷ് ഗോപിയുടെ നിലവാരം മനസ്സിലായി. സുരേഷ് ഗോപിയുടെ ഉള്ളിലെ ബോധം പഴയകാല ഫ്യൂഡൽ ജന്മി കാലഘട്ടത്തിലേതാണ് എന്നുള്ളതാണ് PKS വിമർശിക്കുന്നത്. ഇന്ന് 10:30 കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് PKSന്റെ നേതൃത്വത്തിൽ മാർച്ച് നിശ്ചയിച്ചിട്ടുള്ള ഈ മന്ത്രി ഈ പരാമർശത്തെ തുടർന്ന് രാജിവെക്കണം എന്ന ആവശ്യമാണ് ഈ സമരത്തിന്റെ ഭാഗമായി PKS ഉയർത്തുന്ന. താങ്ക് യു.